പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിൽക്കാൻ, ചോദ്യം ചെയ്യാൻ, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്ന് കാട്ടൂ എന്ന് ഉറക്കെ പറയാൻ ധൈര്യമുള്ളൊരു നേതാവായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. വിശ്വഗുരുവെന്ന് മോദിയെ വിശേഷിപ്പിക്കുന്ന സംഘപരിവാറുകാർ എന്തുകൊണ്ടായിരിക്കും അരവിന്ദ് കെജ്രിവാളിനെ ഇത്രമാത്രം ഭയപ്പെടുന്നത്? അതിന്റെ കാരണങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കേവലം 10 വർഷം മാത്രം പഴക്കമുള്ള ഒരു പാർട്ടിക്ക് ദേശീയ പദവി നേടിക്കൊടുത്ത രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന് വേണം കേജ്രിവാളിനെ വിശേഷിപ്പിക്കാൻ. ദേശീയ പാർട്ടിയായി വളർന്ന ആം ആദ്മി പാർട്ടി BJPക്ക് കനത്ത വെല്ലുവിളിയാകുമെന്ന് ഭയക്കുന്നവരേറെയാണ്. കോൺഗ്രസിനേക്കാൾ BJP പേടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി വളർന്നു കഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ച് ബാക്കിയിടങ്ങളിൽ നിശബ്ദ സാന്നിധ്യമായി തേരോട്ടം നടത്തുന്ന പാർട്ടിയെ തളയ്ക്കാൻ അതിന്റെ നേതാവിനെ തന്നെ ജയിലിലാക്കിയ തന്ത്രമാണ് ഇപ്പോൾ BJP പയറ്റിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന സാക്ഷാൽ നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബിരുദമുണ്ടെന്ന് പറയുന്നതൊക്കെ സത്യമാണോ? അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ ചോദിക്കുക മാത്രമല്ല, ആ ബിരുദ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ വരെ പോയി കേജ്രിവാൾ. ഇലക്ട്രൽ ബോണ്ടിൽ വരെ മോദിക്കും BJPക്കും കേജ്രിവാൾ അങ്ങേയറ്റം വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. രണ്ടാം UPA സർക്കാരിനെതിരെ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്താൻ സംഘപരിവാർ ഇറക്കിയതാണെന്ന് കേജ്രിവാളിനെ പറ്റി ആദ്യ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പക്ഷെ അതേ കേജ്രിവാൾ തന്നെ ഇപ്പോൾ BJPക്ക് വലിയ ഭീഷണിയാകുന്നുവെന്നതാണ് വൈരുദ്ധ്യം. കോൺഗ്രസിനെ എതിർക്കാൻ കേജ്രിവാളിന് വളം വെച്ച് നൽകിയ BJPക്ക് തന്നെ AAP വലിയൊരു വെല്ലുവിളിയായി മാറി. BJP സർക്കാർ ഇറക്കുന്ന ഹിന്ദുത്വ കാർഡുകൾക്ക് അതേ നാണയത്തിലാണ് കേജ്രിവാളിന്റെ ബദൽ. മോദിയെ പോലെ വിശ്വാസിയായി കേജ്രിവാളും സ്വയം പ്രദർശിപ്പിക്കുന്നു. ഹനുമാൻ ചാലിസ ചൊല്ലി വോട്ട് തേടുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ഡൽഹിയിലാകെ കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ പൂജകൾ നടത്തി. അയോധ്യയിലും കുടുംബസമേതം ദർശനം നടത്തി. BJPയുടെ വർഗീയത ചെലവാകാത്ത ഒരേ ഒരു ഇടമായി കേജ്രിവാൾ. IITയിൽ വിദ്യാഭ്യാസം നേടി എഞ്ചിനീയറായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് ഇന്ത്യൻ റവന്യൂ സർവീസിൽ ചേർന്നു. ജനസേവനം നടത്തണമെന്ന ആഗ്രഹത്തിലാണ് കെജ്രിവാൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത്. 2006 സിവിൽ സർവീസിലിരിക്കെ ജോലി രാജിവെച്ച് മുഴുവൻ സമയ സാമൂഹ്യ പ്രവർത്തനത്തിനിറങ്ങി. അഴിമതിക്കെതിരെ വിവരാവകാശ നിയമത്തെ ആയുധമാക്കി പ്രചാരണം തുടങ്ങി. അഴിമതി തടയാൻ ലോക്പാൽ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് അന്ന ഹസാരെയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം ആരംഭിച്ചപ്പോൾ കേജ്രിവാളും അതിനൊപ്പമുണ്ടായിരുന്നു. 2012 നവംബറിൽ കേജ്രിവാളും മനീഷ് സിസോദിയയും അടങ്ങുന്ന ഒരു സംഘം സാധാരണക്കാരുടെ പാർട്ടി എന്നർത്ഥം വരുന്ന ആം ആദ്മി പാർട്ടി രൂപീകരിച്ചു. പിന്നീട് ഇതുവരെ നടന്നതെല്ലാം ചരിത്രം. ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയ ശേഷം 2013 നടന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തട്ടകമായ ഡൽഹിയിൽ മത്സരിച്ച AAP 70-ൽ 28 സീറ്റാണ് നേടിയത്. ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ഷീല ദീക്ഷിതിനെ പരാജയപ്പെടുത്തി ജയിച്ച കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ AAP ആദ്യ സർക്കാർ ഉണ്ടാക്കി. എന്നാൽ ജൻ ലോക്പാൽ ബിൽ പാസാക്കാനാകാതെ വന്നതോടെ 2014 രാജിവെച്ചു. 2015 നടന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ 65 സീറ്റുകൾ നേടിയായിരുന്നു AAPയുടെ വൻ വിജയം. ജനകീയ നയങ്ങൾ ഇറക്കിയതോടെ 2020 മൂന്നാം വട്ടവും കേജ്രിവാൾ മുഖ്യമന്ത്രിയായി സർക്കാരുണ്ടാക്കി.